ബി.ജെ.പിയിലെ ആഭ്യന്തര സമവാക്യങ്ങൾ മാറിമറയുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് ബി.ജെ.പി കടന്നതോടെ ബി.ജെ.പിയിലെ സമവാക്യങ്ങൾക്ക് വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനെതിരെ വാളോങ്ങി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ വിഭാഗം സുരേന്ദ്രനോടൊപ്പം അടുക്കുന്നതാണ് ഇപ്പോഴത്തെ വിവരം. അല്പകാലമായി അകൽച്ചയിലായിരുന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും പൂർണ്ണമായി വഴിപിരിയുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്താൻ മുരളീധരൻ നീക്കം നടത്തുന്നതായി സുരേന്ദ്രൻ പക്ഷത്തിന് സംശയവുമുണ്ട്. സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പിന്മാറ്റം പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് ക്ഷീണവുമാണ്. എം.ടി. രമേശിനെ സംസ്ഥാന പ്രസിഡന്റായി ഉയർത്തിക്കാട്ടിയാണ് പി.കെ. കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ടു പോകുന്നത്. പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് ആർ.എസ്.എസിന്റെ പിന്തുണയുണ്ട് എന്നതാണ് മറ്റൊരു വിശ്വാസം. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ പക്ഷത്തെ നേതാക്കൾ എം.ടി. രമേശിന്റെയും രാധാകൃഷ്ണന്റെയും പേരുകൾ കേന്ദ്ര നേതൃത്വങ്ങൾക്ക് മുൻപിൽ വെച്ചിരുന്നതുമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പി രഘുനാഥ്, നാരായണ നമ്പൂതിരി എന്നിവർക്കെതിരെ സുരേന്ദ്രന്റെ പക്ഷത്തു നിന്ന് തന്നെ പരാതി വന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ വിവരം. സന്ദീപ് ഗ്രൂപ്പ് വിടാനുള്ള പ്രധാന കാരണം ഗ്രൂപ്പ് മാനേജർമാരുടെ ചില നീക്കങ്ങൾ ആണെന്നതും ജില്ലയിൽ നിന്ന് പരാതി പോയി കഴിഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യർക്ക് കസേര നിഷേധിച്ചത് ഒരു ഗ്രൂപ്പ് മാനേജറാണെന്നാണ് പരാതിയിൽ പറയുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നിവർക്ക് ഒപ്പം നിൽക്കുന്ന പി കൃഷ്ണകുമാർ, പി സുധീർ, പി രഘുനാഥ്, വി രാജേഷ്, സി ശിവൻകുട്ടി, നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരും വിവിധ ജില്ലാ പ്രസിഡന്റുമാരും ഇനി ഇവരിൽ ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ മാറ്റമുണ്ടാക്കുക. ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കുണ്ടായ ക്ഷീണമാണ് ഇത്തരമൊരു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് എന്ന് പറയാം. തെരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രനെതിരെ ആഭ്യന്തര തലത്തിൽ നിന്നും പുറമേ നിന്നും വലിയ തരത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം എന്തു പറയുന്നു അതിനാണ് താൻ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രൻ താൽക്കാലികമായെങ്കിലും ആ വിമർശനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ആ ചർച്ചകൾ നീണ്ടുപോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ പെട്ടെന്നൊരു കടിഞ്ഞാണിട്ടുകൊണ്ട് ആ ചർച്ചകളെല്ലാം തന്നെ നിലയ്ക്ക് നിർത്തിയത്. മാത്രമല്ല, പാലക്കാടത്തേത് ബി.ജെ.പിക്കുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയും അല്ല. കാരണം ഇ ശ്രീധരനെ പോലെ അത്ര കണ്ട് സ്വാധീനമുള്ള ഒരു വ്യക്തിയും വ്യക്തിപ്രഭാവമുള്ള വ്യക്തിയുടെ നേടിയ വോട്ടിനെ മറികടക്കാൻ സി കൃഷ്ണകുമാറിന്റെ പ്രാദേശിക സ്വാധീനം തുണയ്ക്കുമെന്ന് ചിന്തിച്ചത് ഉചിതമായില്ല. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി പരാജയപ്പെട്ടതിന്റെയും അവഗണനയുടെയും എല്ലാം തന്നെ പ്രധാന കാരണവും. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കാലം സജീവമാകുമ്പോൾ ബി.ജെ.പി കോൺഗ്രസ് എന്ന ഇക്വേഷനിലേക്ക് കേരള രാഷ്ട്രീയത്തെ നയിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ CPM അഥവാ ഇടതുപക്ഷം നാമവിശേഷമായി പോകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നടക്കുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നതായും കാണാൻ സാധിക്കും. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ശ്രമങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് അത്ര കണ്ട് യാഥാർത്ഥ്യമാകില്ല എന്നതാണ് മറ്റൊരു വശം. അതായത്, കേരളത്തിൽ ബി.ജെ.പി പാകുന്ന വിത്തുകൾ അത്ര കണ്ട് മുളയ്ക്കില്ല എന്ന് സാരം. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയുണ്ട്. ഒന്ന്, വഖഫ് വിഷയത്തിൽ ബി.ജെ.പി കേരളത്തിൽ നിന്ന് ലഭിച്ച തിരിച്ചടി തന്നെയാണ്. വഖഫിനെ പലതരത്തിലുള്ള ഭാവങ്ങളിൽ ആളിക്കത്തിക്കാനുള്ള നീക്കം ബി.ജെ.പിയുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വന്നതാണ്. കേരളത്തിൽ അത് വിലപ്പോയില്ല. അത്തരം ഒരു സാഹചര്യം സംജാതമായപ്പോൾ UDFന്റെയും LDFന്റെയും നിലപാട് ശക്തമാവുകയും ബി.ജെ.പിയെ അകറ്റി നിർത്തുകയും ചെയ്തു. ബി.ജെ.പിയിലെ സമവാക്യങ്ങൾ മാറിമറിയുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന ചോദ്യമാണ് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് കളം മാറുന്നു എന്നത്. അതിന് വ്യാഖ്യാനങ്ങൾ പലതുണ്ടെങ്കിലും ഏറ്റവും സ്വീകാര്യമായ ഒരു വ്യാഖ്യാനം ഇതാണ്. കുഴൽപ്പണക്കേസിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയത് ശോഭാ സുരേന്ദ്രൻ ആണെന്നിരിക്കെ, ആ ആക്ഷേപവും ആരോപണവും ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉണ്ടെന്നിരിക്കെ, ആ ആരോപണത്തിൽ നിന്നുള്ള താൽക്കാലിക രക്ഷപ്പെടലായിരിക്കാം സുരേന്ദ്രനുമായി അടുക്കാനുള്ള ശോഭയുടെ നീക്കത്തിന് പുറകിൽ എന്നതാണ്. എന്നാൽ ശോഭ അടുക്കുമ്പോൾ വി മുരളീധരൻ അകലുന്നു എന്ന സവിശേഷതയും ബി.ജെ.പിയുടെ അന്തർധാരയിൽ സജീവമായി തന്നെ നിൽക്കുകയാണ്. എന്നാൽ കെ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു വാദം, കെ സുരേന്ദ്രനെ താൽക്കാലികമായി മാത്രമാണ് കേരളത്തിലെ ബി.ജെ.പിയിൽ പിടി അയയുന്നത് എന്നതാണ്. കൂടുതൽ ശക്തനാകാനുള്ള പദവിയും വകകളുമെല്ലാം തന്നെ വി മുരളീധരനും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയായ PL സന്തോഷും ചേർന്ന് സുരേന്ദ്രന് നൽകുമെന്നും കെ സുരേന്ദ്രനും വി മുരളീധരനും കൈവിട്ടു എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഒരുതരം നാടകമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുമാണ്. ശോഭാ സുരേന്ദ്രനെ സംഘടനയിൽ താക്കോൽ സ്ഥാനത്തൊന്നും കൊണ്ടുവരാതിരിക്കാനുള്ള ജാഗ്രത ഈ മൂവർ സംഘത്തിനും ഉണ്ട്. BL സന്തോഷ് കരുത്തനായ ബി.ജെ.പി നേതൃത്വത്തിൽ ഉള്ളത്തോളം കാലം ശോഭ അധ്യക്ഷയാകാനുള്ള സാധ്യത അതുപോലെ തന്നെ കുറവുമാണ്. അതല്ല എങ്കിൽ നരേന്ദ്ര
നരേന്ദ്രമോദിയോ അമിത്ഷായോ നേരിട്ട് ഇടപെടേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങൾ RSSന്റെ ഒരു വിഭാഗവും സുരേഷ് ഗോപിയും നടത്തുന്നുമുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം ഫലം എന്തായിരിക്കുമെന്ന ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്നവരിൽ കേരളത്തിലെ കോൺഗ്രസും CPM നേതൃത്വങ്ങളുമുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ BJP അധ്യക്ഷയായാൽ ഇന്നില്ലാത്ത പുതിയ സ്വീകാര്യത അപ്രതീക്ഷിത വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുമെന്നും കോൺഗ്രസും CPMഉം കരുതുന്നുണ്ട്. BJPക്ക് ഒരു തരത്തിലുള്ള പുതിയ ഉണർവും ഉണ്ടാകാതിരിക്കാൻ സുരേന്ദ്രൻ തീരുമാനിക്കുന്നവരെ തന്നെയോ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നും ഈ പാർട്ടികൾ ആഗ്രഹിക്കുന്നു എന്നതാണ് BJPയുള്ള സുരേന്ദ്രന്റെ വർത്തമാനം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ശോഭാ സുരേന്ദ്രൻ ഒരു മുഴ മുൻപേ തന്നെ സുരേന്ദ്രനുമായി ഒരു ഡീലിന് ശ്രമിക്കുന്നത്. തിരിച്ചടിക്കാനുള്ള സുരേന്ദ്രന്റെ ശ്രമത്തിന് തടയിടാനുള്ള ഒരു ബുദ്ധിപൂർവമായ ശ്രമമായും ഇതിനെ കാണാൻ സാധിക്കും. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ പകരമാര് എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാകും. അധികാരം മുന്നിൽ കാണുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വീണ്ടും മറുകണ്ഠം ചാടുമോ എന്ന ചോദ്യവും അപ്പോഴും അവിടെ പ്രസക്തമാകും. അഥവാ ശോഭാ സുരേന്ദ്രനെ കൂടെ നിർത്തിക്കൊണ്ട് സുരേന്ദ്രൻ തന്നെ വീണ്ടും മുന്നോട്ട് വരുമോ, അതോ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് സുരേന്ദ്രൻ മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് പറഞ്ഞേക്കുമോ എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമാണ്. അതുകൂടാതെ തന്നെ സുരേഷ് ഗോപിയെ ദേശീയ നേതൃത്വം ചുമതല ഏൽപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാൽ കേവലം ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലേക്ക് സുരേഷ് ഗോപിയെ തളച്ചിടുമോ എന്ന ആശങ്ക ഇപ്പോൾ BJPയിൽ നിൽക്കുന്നുമുണ്ട്.